നമ്മൾ ഇന്ന് +2 കെമിസ്ട്രിയിലെ യൂണിറ്റ് 15 ആയിട്ടുള്ള പോളിമേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ പോളിമേഴ്സിനെ രണ്ട് വേർഡായിട്ട് നമുക്ക് തിരിക്കാം. പോളി പ്ലസ് മെർ. പോളി എന്ന വാക്കിന്റെ അർത്ഥം മെനി എന്നും മെർ എന്ന വാക്കിന്റെ അർത്ഥം യൂണിറ്റ് എന്നാണ്. ഇനി പോളിമേഴ്സ് എന്ന് പറയുന്നത് 4 മേജർ ഇൻഡസ്ട്രീസിന്റെ ബാക്ക് ബോൺ ആയിട്ട് വരുന്നു. അതിൽ ഫസ്റ്റ് വൺ പ്ലാസ്റ്റിക്, സെക്കൻഡ് വൺ ഇലാസ്റ്റോമേഴ്സ്, തേർഡ് വൺ ഫൈബേഴ്സ് ആൻഡ് ഫോർത്ത് വൺ പെയിന്റ്സ് ആൻഡ് വാർണിഷസ്. ഇനി പോളിമേഴ്സിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 10³ - 10⁷ U ആണ് വരുന്നത്. പോളിമേഴ്സിന്റെ ബേസിക് യൂണിറ്റ്സ് ആണ് മോണോമേഴ്സ്. മോണോമേഴ്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. ഇനി ഇതിന് രണ്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഈഥീൻ നിന്നും പോളിത്തീൻ ഉണ്ടാകുന്നത്. നമ്മൾ N മോളിക്യൂൾസ് CH2 ഈഥീൻ എടുത്താൽ പോളിമറൈസേഷന് ശേഷം അത് പോളിത്തീൻ പോളിമറായിട്ട് മാറുന്നു. അടുത്തത് മറ്റൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നൈലോൺ 6 അതുണ്ടാകുന്നത് ഹെക്സാമെഥിലിൻ ഡയമീനും അഡിപ്പിക് ആസിഡും തമ്മിലുള്ള അഡിക്ഷനിൽ നിന്നാണ്. ഇനി നമുക്ക് ഈ പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ സോഴ്സ് ആണ്. ബേസ്ഡ് ഓൺ സോഴ്സ് മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്: നാച്ചുറൽ, സെമി സിന്തറ്റിക്, സിന്തറ്റിക്. അതിൽ നാച്ചുറലിന്റെ എക്സാമ്പിൾ പ്രോട്ടീൻ, സെല്ലുലോസ്, സ്റ്റാർച്ച്, സം റെസിൻസ് എക്സെട്ര. നാച്ചുറൽ എന്ന് പറയുമ്പോൾ എനിമൽസ് അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്നാണ് എടുക്കുന്നത്. അടുത്തത് സെമി സിന്തറ്റിക്. സെമി സിന്തറ്റിക് എന്ന് പറയുന്നത് നാച്ചുറലിന്റെയും സിന്തറ്റിക്കിന്റെയും ഒരു മിക്സ്ചർ ആണ്. സെമി സിന്തറ്റിക്കിന് എക്സാമ്പിൾ റയോൺ. മൂന്നാമത്തെ സിന്തറ്റിക് പോളിമർ. അതിന് എക്സാമ്പിൾ ബ്യൂണാസ് ആൻഡ് പോളിത്തീൻ. ഇനി ബേസ്ഡ് ഓൺ സ്ട്രക്ചറിൽ നമുക്ക് പോളിമേഴ്സിനെ മൂന്നാക്കി തിരിക്കാം: ലീനിയർ പോളിമേഴ്സ്, ബ്രാഞ്ചഡ് പോളിമേഴ്സ്, ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമർ. അതിൽ ഇനി ലീനിയർ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ലോങ് ആൻഡ് സ്ട്രെയിറ്റ് ആയിരിക്കും. അവയുടെ എക്സാമ്പിൾ ഹൈ ഡെൻസിറ്റി പോളിമർ ആൻഡ് PVC. അടുത്ത സെക്ഷൻ ബ്രാഞ്ചഡ് പോളിമേഴ്സ്. അതിൽ ചെറുതായിട്ടൊക്കെ നമുക്ക് ബ്രാഞ്ചസ് കാണാനായിട്ട് സാധിക്കും. അതിന് എക്സാമ്പിൾ LDP. അടുത്ത ക്രോസ് ലിങ്ക്ഡ് ഓർ നെറ്റ്വർക്ക് പോളിമേഴ്സ്. ഇത് ഫുൾ ബ്രാഞ്ചസ് ഓർ ക്രോസ് ലിങ്ക്ഡിനെ പറയുകയാണെങ്കിൽ അത് ബൈ ഫങ്ഷണൽ ആൻഡ് ട്രൈ ഫങ്ഷണൽ മോണോമേഴ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിന് എക്സാമ്പിൾ ബാക്കലൈറ്റ് ആൻഡ് മെലാമിൻ ആണ്. അടുത്ത മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മോഡ് ഓഫ് പോളിമറൈസേഷനെ ബേസ് ചെയ്തിട്ട് രണ്ട് തരത്തിൽ നമുക്ക് വർഗീകരിക്കാം: അഡീഷണൽ പോളിമേഴ്സ് ആൻഡ് കണ്ടൻസേഷൻ പോളിമേഴ്സ്. അഡീഷണൽ പോളിമേഴ്സ് എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ഓഫ് മോണോമർ മോളിക്യൂൾസ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിന് നമുക്ക് അഡീഷണൽ പോളിമേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ ഈഥീനിൽ നിന്നും പോളിത്തീനും പ്രൊപ്പീനിൽ നിന്നും പോളിപ്രൊപ്പീനും ഉണ്ടാകുന്നത്. ഇതിന്റെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കണ്ടൻസേഷൻ പോളിമേഴ്സ് ആണ്. നമ്മളിപ്പോൾ ബൈ ഫങ്ഷൻ ഓർ ട്രൈ ഫങ്ഷന്റെ കേസ് ക്രോസ് ലിങ്കിൽ പറഞ്ഞ പോലെ ബൈ ഫങ്ഷൻ ഓർ ട്രൈ ഫങ്ഷൻ മോണോമറിക് യൂണിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് കണ്ടൻസേഷൻ പോളിമർ. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെറിലിൻ ആണ്. ടെറിലിന്റെ മറ്റൊരു വാക്ക് ഡാക്രോൺ. നൈലോൺ 6 നൈലോൺ 6 അതിന് മറ്റേ എക്സാമ്പിൾസ് ആണ്. ഇനി ഇതില് കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ വാട്ടറോ ആൽക്കഹോളോ ഹൈഡ്രജൻ ക്ലോറൈഡിന്റെയോ എലിമിനേഷൻ ടേക്ക് പ്ലേസ് ചെയ്യും. ഇനി അഡീഷണൽ പോളിമേഴ്സിൽ തന്നെ മറ്റൊരു സംഘമാണ് കോപോളിമേഴ്സ്. കോപോളിമേഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഡിഫറെന്റ് മോണോപോളിമേഴ്സിന്റെ പോളിമറൈസേഷൻ നടക്കുമ്പോൾ. എക്സാമ്പിൾ ബ്യൂണാസ് ആൻഡ് ബ്യൂണൈൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ബ്യൂണാസിന്റെ പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്നത് 1,3-ബ്യൂട്ടാഡൈയീനും സ്റ്റൈറീനും തമ്മിലുള്ള അഡിക്ഷൻ നടക്കുന്നു. 1,3-ബ്യൂട്ടാഡൈയീനും സ്റ്റൈറീനും തമ്മിൽ അഡിക്ഷൻ നടക്കുമ്പോൾ നമുക്ക് ബ്യൂട്ടാഡൈൻ സ്റ്റൈറീന്റെ കോപോളിമർ വരുന്നു. ഇതിന്റെ ഡബിൾ ബോൺസ് തമ്മിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു സെക്ഷൻ കിട്ടുന്നത്. ഇതിനെ ബ്യൂണാസ് എന്നാണ് വിളിക്കുന്നത്. ഇനി ഫോർത്ത് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മോളിക്കുലർ ഫോഴ്സസിനെ ബേസ് ചെയ്ത് നാലാക്കി തിരിക്കാം: ഇലാസ്റ്റോമേഴ്സ്, ഫൈബേഴ്സ്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ്, തെർമോസെറ്റിംഗ് പോളിമേഴ്സ്. അതിൽ ഫസ്റ്റത്തെ സെക്ഷൻ ആണ് ഇലാസ്റ്റോമേഴ്സ്. ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത് വാണ്ടർവാൾസ് ഫോഴ്സസ് ആയിട്ടുള്ള വീക്ക് ഫോഴ്സസ് കൊണ്ട് ഹെൽഡ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് ഫ്യൂ ആയിട്ട് ക്രോസ് ലിങ്ക്സ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എക്സാമ്പിൾസ് ബ്യൂണയൻ ആൻഡ് നിയോപ്രീൻ. ഇനി നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഫൈബേഴ്സ് ആണ്. ഫൈബേഴ്സിൽ പറയുമ്പോൾ ഫൈബർ പോലെ തന്നെ ത്രെഡ് ഫോമിംഗ് സോളിഡ്സ് ആയിരിക്കും ഇവ. ഇവയ്ക്ക് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്തും മാത്രമല്ല ഇവയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈലോൺ 6 പോളിസ്റ്റേഴ്സും ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇനി ഇതിന്റെ തന്നെ മൂന്നാം സെക്ഷൻ ആണ് തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അവ ലീനിയർ ആണ്, സ്ലൈറ്റ്ലി ബ്രാഞ്ചഡ് ആയിട്ടുള്ള ചെയിൻ മോളിക്യൂൾസ് ആയിരിക്കും. ഇവിടെ ഇന്റർമോളിക്കുലർ ഫോഴ്സസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റോമേഴ്സിനും ഫൈബേഴ്സിനും ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഓഫ് ഫോഴ്സ് ആണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കാം. ഇവിടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പോളിത്തീനും പോളിസ്റ്റിറീൻ ആൻഡ് പോളിവിനൈൽസ് ആണ്. ഇനി ഇതിന്റെ തന്നെ നാലാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് തെർമോസെറ്റിംഗ് പോളിമേഴ്സ് ആണ്. ക്രോസ് ലിങ്ക്ഡ് അല്ലെങ്കിൽ ഹെവിലി ബ്രാഞ്ചഡ് മോളിക്യൂൾസിനായിട്ട് നമുക്ക് ഇവയെ പറയാനായിട്ട് സാധിക്കും. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സാമ്പിൾ ബാക്കലൈറ്റ്, യൂറിയ, ഫോർമാൽഡിഹൈഡ്, റെസിൻസ് എക്സെട്ര.